നമ്മൾ സംസാരിക്കുന്നത് ജി എസ് ടിയിലെ റീഫണ്ടിനെ പറ്റിയാണ്. റീഫണ്ടിൽ പ്രധാനമായും നമുക്കറിയാം ക്യാഷ് ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജർ, ഈ രണ്ട് ലെഡ്ജറാണ് ജി എസ് ടിൻ്റെ പ്രധാനമായുള്ള രണ്ട് ലെഡ്ജറാണ്. ഒന്ന് ക്യാഷ് ലെഡ്ജർ, രണ്ട് ക്രെഡിറ്റ് ലെഡ്ജർ. ക്യാഷ് ലെഡ്ജർ എന്നുള്ള റീഫണ്ട് വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. കാരണം ക്യാഷ് ലെഡ്ജറിൽ പലപ്പോഴും ഉണ്ടാകും, നമ്മളിപ്പം സി ജി എസ് ടി, എസ് ജി എസ് ടി മാറിപ്പോയി ഐ ജി എസ് ടി അടച്ചു, അല്ലെങ്കിൽ ഡബിൾ പേയ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയാണ് അധികം ക്യാഷ് ലെഡ്ജർ നമ്മൾ റീഫണ്ട് ചോദിക്കുക. അതിന് വലിയ പ്രൂഫും കാര്യങ്ങളൊന്നും വേണ്ട, കാരണം ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം ഇത് എക്സസ് പേയ്മെൻ്റ് ആണ് അല്ലെങ്കിൽ റോങ് ആയിട്ട് അടച്ചതാണ്. അതിന് ക്യാഷ് ലെഡ്ജറിന് റീഫണ്ട് കിട്ടൽ വലിയൊരു പ്രൊസീജിയറല്ല. പക്ഷേ ക്രെഡിറ്റ് ലെഡ്ജറിന് റീഫണ്ട് എടുക്കുക എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ് ക്രെഡിറ്റ് ലെഡ്ജറിന് റീഫണ്ട് പ്രധാനമായും കൊടുക്കുന്നത്. ഒന്ന്, നമ്മളുടെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് റീഫണ്ട് ലഭിക്കും. എക്സ്പോർട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വിത്ത് പേയ്മെൻറ്റും വിത്തൗട്ട് പേയ്മെൻറ്റും. വിത്ത് പേയ്മെൻറ്റിലാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ, അത് നമ്മൾ കസ്റ്റംസ് ആണ് ഡയറക്റ്റായിട്ട് നമുക്ക് റീഫണ്ട് ചെയ്യാം. വിത്ത് പേയ്മെൻറ്റിലാണെങ്കിൽ അതിന് വലിയ RFD-01 എന്ന് പറയുന്ന ഫോമുകളൊന്നും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വിത്ത് പേയ്മെൻറ്റിലാണെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ആണ് നമ്മൾ അടക്കുന്നത്. അത് കസ്റ്റംസ് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരും, ക്രെഡിറ്റ് ചെയ്ത് തരും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും. ഇനി വിത്തൗട്ട് പേയ്മെൻറ്റിലാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് RFD-01 എന്ന് പറയുന്ന ഫോമൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം. ഒന്ന് എക്സ്പോർട്ടിൽ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൽ എന്തെങ്കിലും നമുക്ക് റീഫണ്ട് ഉണ്ടെങ്കിൽ. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻപുട്ട് ടാക്സിൻ്റെ റേറ്റ് കൂടുതലും ഔട്ട്പുട്ട് ടാക്സിൻ്റെ റേറ്റ് കുറവാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയലുകളുടെയൊക്കെ GST റേറ്റ് 18%, എൻ്റെ ഔട്ട്പുട്ട് ടാക്സിൻ്റെ റേറ്റ് 5% ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൽ എന്തെങ്കിലും നമുക്ക് റീഫണ്ട് കിട്ടാനുണ്ടെങ്കിൽ ക്രെഡിറ്റ് ലെഡ്ജർ വഴി നമുക്ക് എന്ത് കിട്ടും, റീഫണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് RFD-01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്ക് ലഭിക്കും. ഓക്കെ, 60 ദിവസം, അതായത് നമ്മൾ ഇപ്പോൾ റോങ് ആയിട്ട് അടച്ചാലും നമ്മളെപ്പോഴാണ് കറക്റ്റായിട്ട്, ഇപ്പം റോങ് ആയിട്ട് ഒരു GST അടച്ചു, അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ പറയുന്നത് CGST, SGST അടച്ചത്, നമ്മൾ IGST അടക്കേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴാണോ നമ്മൾ ശരിക്കടക്കുന്നത്, അടച്ചത് മുതൽ 2 വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റീഫണ്ടിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. വിത്തിൻ 2 ഇയേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, റീഫണ്ടിന് അപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. 60 ഡേയ്സിലിടക്ക് നമുക്ക് എന്ത് ചെയ്യും, റീഫണ്ട് അപ്ലിക്കേഷൻ കൊടുത്താൽ 60 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, റീഫണ്ട് തരും. 60 ദിവസം കഴിഞ്ഞാൽ ചെറിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തരും. 60 ദിവസം ഡിലേ കഴിഞ്ഞിട്ടാണ് റീഫണ്ട് തരുന്നതെങ്കിൽ ഇപ്പം 90% പ്രൊവിഷണൽ റീഫണ്ടൊക്കെ അലൗ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ റീഫണ്ടുകളെ പറ്റിയുള്ള സെഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.